എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം 16 മുതൽ 30 വരെയുള്ള അധ്യായത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ ചാനലിൽ എല്ലാ ബുധനും എല്ലാ ഞായറും ക്വിസ് കോമ്പറ്റീഷൻ പ്രോഗ്രാം നടക്കുന്നതാണ്. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 12 മണിക്കായിരിക്കും വീഡിയോസ് അപ്ലോഡ് ആവുക. അപ്പോൾ രാത്രി 10 മണി വരെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാനുള്ള സമയമുണ്ട്. ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആകെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ ഉത്തരങ്ങളും പിന്നെ അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തി അയക്കാം. അപ്പോൾ ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 2 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് സമ്മാനങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ചത്തെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇതാ. ചോദ്യം 1. ദശാംശത്തിൻ്റെ 10-1 ദശാംശം യഹോവയ്ക്ക് നൽകിയത് ആര്? അടുത്ത ചോദ്യം. മോശ കാദേശിൽ വച്ച് കൈ ഉയർത്തി വടികൊണ്ട് പാറയെ എത്ര പ്രാവശ്യം അടിച്ചപ്പോഴാണ് വളരെ വെള്ളം പുറപ്പെട്ടത്? അടുത്ത ചോദ്യം. അമോര്യരുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന തോട് ഏത്? അടുത്ത ചോദ്യം. ബിലെയാമിന് വഴിയിൽ പ്രതിയോഗിയായി നിന്നത് ആര്? അടുത്ത ചോദ്യം. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കണ്ടത് ആര്? അടുത്ത ചോദ്യം. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത് ആര്? അടുത്ത ചോദ്യം. യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചവർ ആരെല്ലാം? അടുത്ത ചോദ്യം. എൻ്റെ ആത്മാവുള്ള പുരുഷൻ എന്ന് യഹോവ വിശേഷിപ്പിച്ചത് ആരെ? അടുത്ത ചോദ്യം. യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ എത്ര പേരെ ദഹിപ്പിച്ചു? അടുത്ത ചോദ്യം. സംഖ്യാപുസ്തകം 29-ഉം 30-ഉം ഈ 2 അധ്യായങ്ങളിൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ആഴ്ച നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ പ്രോഗ്രാമിനെ കുറിച്ച് മറ്റുള്ളവർക്കും ഒന്ന് അറിയിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.